എൻ്റെ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു സിമ്പിൾ ആരി വർക്കാണ്. ബ്ലൗസിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ആരി വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ആരി വർക്ക് ചെയ്യാനുള്ള ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഞാൻ ബാക്ക് നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്ത് തയ്ച്ചെടുത്തിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ബ്ലൗസ് നെക്കെല്ലാം തയ്ച്ച് എടുക്കുക. സ്ലീവും അതുപോലെ തന്നെ ലൈനിങ്ങൊക്കെ വെച്ച് തയ്ച്ചെടുക്കുക. ഞാനിവിടെ ആരി വർക്ക് ചെയ്യാനായിട്ട് സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മെഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഗ്ലൂവും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ ആരി വർക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഗ്ലൂ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ നെക്കിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റോൺ ചെയിൻ എടുത്ത് ഇതുപോലെ ആ പശ തേച്ച ഭാഗത്തിൽ മീതെ കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ആ നെക്കിൻ്റെ ആ ഡിസൈനിൽ കൂടെ പതുക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. പശ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് മൊത്തം ആ സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. സ്റ്റോൺ ചെയിൻ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് ഇതുപോലെ കൊടുക്കുക. ഒട്ടിച്ച് ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. സ്റ്റോൺ ചെയിൻ ഞാനിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തിനി ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതുപോലെ ഒരല്പം വലുതായിട്ടുള്ള ബീഡ്സും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സൂചിയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സൂചിയാണ്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ബ്ലൗസ് ഇതുപോലെ സൈഡ് വശത്തോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ സൂചി കൊണ്ട് ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം ഞാൻ 4 ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ചേർന്നിരിക്കണം ബീഡ്സ്. അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിൽ കുത്തി 2 ബീഡ്സിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം ആ 2 ബീഡ്സിൻ്റെയും ഇതുപോലെ ഇതിനുള്ളിലൂടെ സൂചി കടത്തിവിട്ട് ഇതുപോലെ
സൂചി പുറത്തേക്ക് എടുക്കുക, സൂചി നൂലും. അതിനുശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും 4 ബീഡ്സ് കോർത്തെടുക്കുക. അതും ഇതുപോലെ തന്നെ ബീഡ്സ് ഒന്ന് നെരുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുത്തി ഇതുപോലെ 2 ബീഡ്സിൻ്റെ സെൻറ്ററിൽ കൂടി എടുക്കുക. സെൻറ്ററിൽ കൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് രണ്ടാമത്തെ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി, ഫ്രണ്ടിലത്തെ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ സൂചി നൂലും എടുക്കുക. ഇതുപോലെ ഫ്രണ്ട് നെക്ക് വരെ ഇതുപോലെ തന്നെ ബീഡ്സ് കോർത്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഒരു 1.5 ഇഞ്ച് നീക്കി വേണം ബീഡ്സും സ്റ്റോൺ ചെയിനും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അടുത്തതായിട്ട് സ്റ്റോൺ ചെയിനാണ് സൈഡിൽ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ സ്റ്റോൺ ചെയിനും ഇപ്പുറത്തെ വശവും ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം സ്റ്റോൺ ചെയിൻ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് വേണം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്, എങ്കിലേ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ ഈ സ്റ്റോൺ ചെയിൻ ഇതുപോലെ കവർ ചെയ്ത് ഫ്രണ്ടിലും കൂടെ ഒട്ടിച്ചെടുക്കുക. നെക്ക് പോർഷൻ ഞാനിവിടെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്, വർക്ക് ചെയ്ത്. അടുത്തിനി ചെയ്യേണ്ടത് സ്ലീവിലാണ്. സ്ലീവിലും നെക്കിൽ ചെയ്തതുപോലെ തന്നെ സ്റ്റോൺ ചെയിനും ബീഡ്സും ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ആരി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്ലീവിൽ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വി ഷേപ്പിലാണ് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എൻഡിൽ നെക്കിൽ ചെയ്തതുപോലെ അതേ ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.